ഇന്ന് നമുക്ക് കുറച്ച് GK ക്വസ്റ്റ്യൻസ് നോക്കാം. അന്റാർട്ടിക്കയിലെ ഒരേ ഒരു തദ്ദേശ കീടം. ഉത്തരം -15 ഡിഗ്രി വരെ താപനിലയിൽ ജീവിക്കുന്ന ടൈനി അന്റാർട്ടിക് മിഡ്ജ്. ശരീരദ്രവങ്ങളുടെ 70% നഷ്ടപ്പെട്ടാലും 1 മാസത്തോളം ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാനാകും. പയർമണിയുടെ മാത്രം വലുപ്പം. ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന തെരുവു നാടകം ഏത് വിപണനത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്? ഉത്തരം ലഹരിക്കെതിരായ ബോധവൽക്കരണ തെരുവു നാടകത്തിൻ്റെ പേരാണത്. ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് രാജ്യങ്ങളുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. കഴിഞ്ഞ രാജ്യാന്തര വനിതാ ദിനത്തിൽ UN-ൽ താരമായി തിളങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള കാപ്പി ഏതാണ്? ഉത്തരം ആന്ധ്രയിൽ നിന്നുള്ള അരുഗു കാപ്പി. ബഹിരാകാശത്ത് യാത്ര ചെയ്ത പൂച്ചയുടെ പേരിൽ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. എന്തായിരുന്നു ആ പൂച്ചയുടെ പേര്? ഉത്തരം ഫെലിസെറ്റ്. ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം പക്ഷി. ഉത്തരം ഗോൾഡൻ ക്രൗൺഡ് മനാക്കിൻ. പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വൃക്ഷത്തൈകൾ നടുന്ന 6 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 50 രൂപ സമ്മാനം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ഹരിയാന. മനുഷ്യൻ നിലത്തിരിക്കുന്നതുപോലെ കാലുകൾ നീട്ടിയിരുന്ന് തൻ്റെ ഇഷ്ടാഹാരമായ മുളങ്കമ്പ് തിന്നുന്ന ചൈന സ്വദേശിയായ മൃഗം? ഉത്തരം പാണ്ട. മയിലുകൾ മഴക്കാലത്ത് മയൂരനൃത്തം ആടുന്നതിൻ്റെ രഹസ്യമെന്താണ്? മഴക്കാലത്താണ് മയിലുകൾ ഇണചേരാറുള്ളത്. അതുകൊണ്ടാണ് മഴക്കാർ വാനിലേറുമ്പോൾ ആൺമയിലുകൾ മയൂരനൃത്തം ആടുന്നത്. പെൺമയിലുകളെ ആകർഷിക്കാനുമാണ് ഈ മയൂരനൃത്തം ആടുന്നത്. ആനകൾ സദാ ചെവിയാട്ടുന്നത് എന്തിനാണ്? ഉത്തരം ആന ചെവിയാട്ടുന്നത് ശരീരത്തെ തണുപ്പിക്കാനാണ്. ആനയ്ക്ക് സ്വേദഗ്രന്ഥികൾ തുലോം കുറവാണ്. ചൂട് നിയന്ത്രിക്കുന്ന രക്തക്കുഴലുകൾ ചെവിയിലാണുള്ളത്. സാമാന്യം വലിയ ചെവികളാണെങ്കിലും കേൾവിശക്തി കുറവാണ്. ദൂരെ നിന്നുള്ള ശബ്ദങ്ങൾ കാലുകളിലൂടെ മണ്ണിലെ കമ്പനങ്ങൾ വഴി ഇവയ്ക്ക് തിരിച്ചറിയാനാകും. കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമാകുന്നതിന് എത്ര വയസ്സ് പൂർത്തിയാകണം? ഉത്തരം 18 മുതൽ 40 വയസ്സ് വരെ എന്നാണ് നിലവിലെ മാനദണ്ഡം. ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ സാമ്പ്രാണിക്കോടി ഏത് കായലിലാണ്? ഉത്തരം കൊല്ലത്തെ അഷ്ടമുടിക്കായലിൻ്റെ തെക്കേ അറ്റത്ത്. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ ആരുടെ കൃതിയാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ്റെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഉത്തരം കുരുമുളക്. കരയിലെ ഏറ്റവും വലിയ മൃഗം ആഫ്രിക്കൻ ആന എന്ന് പെട്ടെന്ന് ഉത്തരമേകാം. എന്നാൽ ഏതിനം ആഫ്രിക്കൻ ആന ആണ്? ഉത്തരം ആഫ്രിക്കൻ ബുഷ് എലിഫൻ്റ് അഥവാ ആഫ്രിക്കൻ സാവന്ന എലിഫൻ്റ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഇടവപ്പാതി. വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഏതാണ്? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം? ഉത്തരം ശെന്തുരുണി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കാവേരിയുടെ. 2025 ഏപ്രിൽ മെയ് മാസത്തോടെ വയനാട്, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ കൂടി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം കേരള ചിക്കൻ പദ്ധതി. ഇപ്പോൾ 14 ജില്ലകളിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നു. മാർച്ച് 12 പുകവലി വിരുദ്ധ ദിനമാണല്ലോ. ആദ്യമായി പുകയില വിരുദ്ധ ദിനം ആചരിച്ചത് ഏത് രാജ്യമാണ്? എന്നായിരുന്നു അത്?
ഉത്തരം 1984 യുണൈറ്റഡ് കിങ്ഡമാണ് പുകയില വിരുദ്ധ ദിനം ആദ്യമായി മാർച്ച് മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ആചരിച്ചത്. പിന്നീടത് രണ്ടാമത്തെ ബുധനാഴ്ചയിലേക്ക് മാറ്റപ്പെട്ടു. എന്നാണ് എല്ലാ വർഷവും ലോക വൃക്ക ദിനം ആചരിക്കുന്നത്? 2025 വൃക്ക ദിന സന്ദേശം എന്താണ്? ഉത്തരം എല്ലാ വർഷവും മാർച്ച് 2ാമത്തെ വ്യാഴാഴ്ചയിലാണ് ലോക വൃക്ക ദിനം ആചരിക്കുന്നത്. 2025 മാർച്ച് 13 വൃക്ക ദിനം ആചരിക്കുന്നത്. നിങ്ങളുടെ വൃക്കകൾ ഓക്കെ ആണോ? നേരത്തെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇതാണ് 2025 സന്ദേശം. എന്താണ് ബ്ലൂ കാർബൺ സംഭരണികൾ? ഉത്തരം അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെട്ട് സമുദ്രത്തിലോ തീരദേശ ആവാസ വ്യവസ്ഥയിലോ സംഭരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ബ്ലൂ കാർബൺ. ഇതിൻ്റെ ഏറ്റവും വലിയ ശേഖരം സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്ന അവസ്ഥയിലാണ്. തീരദേശങ്ങൾ മണ്ണ്, DNA, പ്രോട്ടീനുകൾ എന്നിവയിലും തിമിംഗലങ്ങൾ മുതൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ വരെയുള്ള സമുദ്രജീവികളിലും ബ്ലൂ കാർബൺ സംഭരിക്കുന്നു. വേലിയേറ്റ ചതുപ്പുകൾ, കണ്ടൽക്കാടുകൾ, കടൽപ്പുറ്റ്, പുൽമേടുകൾ എന്നിവയും ബ്ലൂ കാർബൺ ശേഖരങ്ങളാണ്. വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര കാലാവസ്ഥാ നയരൂപീകരണത്തിൽ ബ്ലൂ കാർബൺ ഒരു പ്രധാന ഘടകമാകും. ഏത് ഫലത്തിൻ്റെ ശാസ്ത്രനാമമാണ് അർട്ടോകാർപ്പസ് ഹെട്രോഫൈലസ്? ഉത്തരം ചക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ ശാസ്ത്രനാമമാണ് ഇത്. അപ്പോൾ ഈ ഒരു GK വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.